ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ മത്തങ്ങ കറിയാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടി മത്തങ്ങ തൊലിയൊക്കെ മാറ്റിയിട്ട് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. ഈ മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു ഗ്ലാസിൻ്റെ അടുപ്പിച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു 3 ചെറിയുള്ളി നീളത്തിന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ, 2 വിസിൽ വേവിക്കണം. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു മിക്സി ജാറിനകത്ത് ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം. നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവട്ടെ. നമുക്ക് ഈ മത്തങ്ങ കറി ചട്ടിയിൽ ചെയ്യാം, അപ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും. ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ തേങ്ങ വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മുരിയണം. ഇത് മതി. ഈ സമയം നമുക്ക് മത്തങ്ങ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. മത്തങ്ങ നമുക്കൊന്ന് സ്പൂണിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. തേങ്ങയും ജീരകവും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മത്തങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കുമ്പോൾ സൂക്ഷിച്ച് കണക്കിന് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്